കൊച്ചി അങ്കമാലിയിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന പ്രതി ചാടിപ്പോയി. ആലുവ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് മോഷണ കേസ് പ്രതി അത്ഭുതകരമായി രക്ഷപ്പെട്ട് കളഞ്ഞത്. പ്രതിക്കായി വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു. റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. റാഫി, പറയൂ. വൈകിട്ട് 5:30 റൂഹുൽ അമീൻ എന്ന പ്രതി ആലുവ അങ്കമാലിയിൽ വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകുന്നത്. ഈ റൂഹുൽ അമീനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കോടതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനിടയിൽ കോടതി വളപ്പിലേക്ക് കയറിയതിന് പിന്നാലെ റൂഹുൽ അമീന്റെ വിലങ്ങഴിച്ചു. ഈ വിലങ്ങഴിച്ചതോടുകൂടി പോലീസിനെ തട്ടിമാറ്റി പ്രതി ഓടുകയായിരുന്നു. പോലീസ് ഈ പ്രതിക്ക് പിന്നാലെ ഓടിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിന് പിന്നാലെ പോലീസും പ്രദേശവാസികളും ചേർന്ന് അങ്കമാലി നഗരപ്രദേശത്തുള്ള ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. ഏകദേശം ഇപ്പോൾ 4 മണിക്കൂറിലേക്ക് എത്തുകയാണ് ഈ പ്രതി രക്ഷപ്പെട്ടിട്ട്. എന്നാൽ ഇതുവരെയും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഈ പ്രതി രക്ഷപ്പെടുന്ന സമയത്ത് കറുത്ത നിറത്തിലുള്ള ഒരു പാൻസും ഒപ്പം തന്നെ ചുവന്ന നിറത്തിലുള്ള ടീഷർട്ടുമാണ് ധരിച്ചിരുന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പ്രതിയുടെ ചിത്രങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ. ഇതര സംസ്ഥാനക്കാരനാണ്. അവിടെ നിന്ന് എത്തി ഇവിടെ മോഷണം നടത്തിയ കേസിലാണ് പ്രതി അങ്കമാലി പോലീസ് പിടികൂടുന്നത്. ഇതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുമ്പോഴായിരുന്നു രക്ഷപ്പെട്ടത്. എന്തായാലും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും അങ്കമാലി നഗരപ്രദേശങ്ങളിലുമാണ് പോലീസ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. പ്രതി നഗരഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു സംശയം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾതാമസമില്ലാത്ത വീടുകളെല്ലാം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.